നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ അതെ ഇപ്പോൾ പതിവ് പോലെ എന്ന് പറയാവുന്ന രീതിയിലായിട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കാണാം ഒരു ദിവസം മാത്രമാണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. അത് ആക്ച്വലി ₹1 ആയതുകൊണ്ട് തന്നെ അത് വലിയ പ്രോഫിറ്റ് എന്നൊന്നും പറയാനുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഏകദേശം ഒരു 6 ദിവസമായിട്ട് നമുക്ക് ലോസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത്. ഇന്ന് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതേ ട്രേഡ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മാർക്കറ്റ് ഓർഡറാണ് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് കിട്ടിയത് ഇതേ പ്രൈസിൽ തന്നെയാണ്, 259.20. അതിനുശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ കാണുന്ന പോലെ 260.50 വെച്ച് കൊടുത്തു. അത് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ട്രേഡ് ഇപ്പോൾ ജസ്റ്റ് 1 ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്തേക്കുവാണ്. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, അതായത് സ്റ്റോപ്പ് ലോസ് ഈ ഓർഡർ ബ്ലോക്കിന് അപ്പുറത്തേക്ക് വെച്ചിരുന്നെങ്കിൽ ഹിറ്റ് ചെയ്യുമായിരുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളതങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ സ്റ്റോപ്പ് ലോസും മാർക്കറ്റ് എടുക്കാൻ പോകുന്നതായിട്ടാണ്. ദാറ്റ് മീൻസ് ഈ ട്രേഡ് നമ്മുടെ സൈഡിലേക്ക് വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചതുപോലെ വീണ്ടും രണ്ടാമത്തെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ രണ്ടാമത്തെ ലോസും കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മുടെ ഡിസിപ്ലിൻ, ഇപ്പോൾ ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ലാഭം കിട്ടാം, നഷ്ടം കിട്ടാം. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അതിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റൂൾസ് നമ്മൾ പാലിക്കുക എന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 3, 4, 5 ദിവസമൊക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാനസിക ബലമെങ്കിലും, അതായത് നമ്മളുടെ ഡിസിപ്ലിൻ എങ്കിലും കൃത്യമായി പാലിക്കുവാൻ നമ്മൾ ശീലിച്ചാൽ അതും ഒരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ ലോസ് സംഭവിക്കുമ്പോൾ പോലും നമ്മളുടെ ഡിസിപ്ലിൻ കൈവിടാതിരിക്കാനുള്ള കാര്യങ്ങളെങ്കിലും, അപ്പോൾ ഒന്നും ഇല്ലായ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേട്ടം നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് ആ സ്ഥിതിക്ക് നോക്കിയാൽ പറ്റുന്നുണ്ടാകും. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം 3 ദിവസം നമുക്ക് കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിച്ച എല്ലാ ദിവസങ്ങളിലും ഇവിടം തൊട്ട് ഈ ഒരു 3 ദിവസം നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലും നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി കൃത്യമായി തന്നെ, അതായത് ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്താൽ അവിടുന്ന് റിവേഴ്സൽ എൻട്രി എടുക്കുന്നവർക്കൊക്കെ കൃത്യമായി അത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കും അതെടുത്താൽ അതുപോലെ തന്നെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലത്തെ ദിവസത്തെ നമുക്ക് അതിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ താഴത്ത് ഒരു ഓർഡർ ബ്ലോക്ക് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നതാണ്. അതിലേക്ക് തന്നെ വന്ന് ഇന്നലെ ഇവിടെ ഹിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണാം, ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് 249.45 നമ്മൾ ഇന്നലെ ഓർഡർ ഇട്ട് വെച്ചിരുന്നത് 249.40 ഓർഡർ ഇട്ടു. 5 പൈസയുടെ ഡിഫറൻസിന് ഇവിടെ നമുക്ക് ഓർഡർ കിട്ടാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടു എന്നതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ അതിനകത്തൊന്നും ചെയ്യാൻ നിന്നില്ല. സോ ദാറ്റ് ഈ എൻറ്റയർ മൂവ് നമുക്ക് മിസ്സാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമ്മളിവിടെ അത് ഒരു മാർക്കറ്റ് ഓർഡറായിട്ട് ഇത് ക്ലോസിങ്ങിൽ എങ്കിലും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്തെങ്കിലും ഇതൊരു റിജക്ഷനായി കണ്ട് നമ്മൾ മാർക്കറ്റ് ഓർഡർ ഇട്ടിരുന്നു എങ്കിൽ നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഹൈ വരെയുള്ള 2% ഓഫ് ചേഞ്ച് നമുക്കവിടെ കിട്ടുന്നുണ്ടാകുമായിരുന്നു. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഇവിടെ വരെ ഒരു 3%, 3 എന്ന് പറയുമ്പോൾ 1:6 നമുക്കവിടെ കിട്ടാനുള്ള മൂവ് ഇന്നലെ മാർക്കറ്റ് നടത്തി. പക്ഷേ നമ്മൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മളവിടെ പോയി എൻട്രി എടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു സ്റ്റോപ്പ് ലോസും ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ലോസ് അവിടെ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഓർഡർ വരുന്നതും കൂടെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ഇടാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഏകദേശം ഈക്വൽ ഓർഡേഴ്സ്, അതായത് ഒരു 50,000 ഓർഡർ സെല്ലിംഗ് സൈഡിലേക്കും അതുപോലെ തന്നെ ഒരു 50,000 ഓർഡർ ബൈയിങ് സൈഡിലേക്കും മാറി മാറി വന്നാൽ നമുക്കവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. സെയിം ടൈം ഇവിടെ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നപ്പോഴും ഈ പറഞ്ഞ പോലെ അത് കണ്ടിട്ട്, അതായത് ആ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഓർഡർ വരുന്നത് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടിയില്ല. സോ നമ്മളൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്തു. അതുകൊണ്ടിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ എൻറ്റയർ മൂവ് നമുക്ക് നഷ്ടപ്പെട്ടു. നേരെ മറിച്ച് അതൊന്നും നോക്കാതെ, അതായത് അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോയാൽ കാര്യങ്ങൾ ഗഡ്ബഡാകുമെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം ഇന്നലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ഓർഡർ ഫ്ലോ ചാർട്ട് വീണ്ടും ബൈ ചെയ്ത് വാച്ച് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു ദിവസം തൊട്ടാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 12 ദിവസമായിട്ട് നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 12 ദിവസത്തിൽ എത്ര പ്രോഫിറ്റ് എത്ര ലോസ് അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കാണാം 7 ദിവസം ലോസാണ്,
5 ദിവസമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ 5 ദിവസം പ്രോഫിറ്റ് കിട്ടിയപ്പോഴൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ കാര്യമായ പ്രോഫിറ്റ് ഒന്നും തന്നെ ഇല്ല. 2 ഇവിടെ 1:2, ഇവിടെ 1:3, ഇവിടെ 1:1.5. ഇനി ഇതൊരു പ്രോഫിറ്റ് ആണെങ്കിലും അതിനെ നമ്മൾ അങ്ങനെ ഒരു പ്രോഫിറ്റായിട്ട് പെടുത്താൻ പറ്റത്തില്ല, കാരണം 1 രൂപയുടെ ലാഭമേ അവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രോഫിറ്റ്, അതേപോലെ തന്നെ ലോസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 7 ലോസും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്ന് വേണം നമ്മളവിടെ മനസ്സിലാക്കാൻ. സോ ദാറ്റ് ഈ പറഞ്ഞ പല ദിവസങ്ങളിലും ഇനി തൊട്ട് നമുക്ക് അതും കൂടെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ലോസ് എടുത്ത പല ദിവസങ്ങളിലും നമ്മൾ വെയിറ്റ് ചെയ്ത് ടൈം പോയത് കൊണ്ട് കൃത്യമായ സമയത്ത്, ഇപ്പം നമുക്കറിയാം ഇവിടെ വന്ന് സപ്പോസ് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഒന്നും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എനിവേ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന അതേ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓർഡർ എടുത്താൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആ മൂവ് കംപ്ലീറ്റ് കിട്ടേണ്ട കാര്യമുള്ളൂ. ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് എൻട്രി എടുക്കുമ്പോഴും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ഈ ഒരു ക്ലോസിങ്ങിലായിരുന്നു നമ്മൾ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ഇപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ഇതിനുള്ളിലേ വന്ന് കയറിയത് കൊണ്ട് തന്നെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാം. പോട്ടെ, തെറ്റൊക്കെ സംഭവിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമുക്ക് സംഭവിച്ചു കൊണ്ടിരുന്നത് ഇവിടെയാണെങ്കിലും നിങ്ങളത് കണ്ടതാണ്. ആ ട്രേഡ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് നമുക്കവിടെ ഓർഡർ ബ്ലോക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാം, ഇതായിരുന്നു അന്നത്തെ ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നു. ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോഴും നമ്മളന്നും എൻട്രി എടുത്തില്ല. ഇത് മാർച്ച് 3-ാം തീയതിയാണ്. മാർച്ച് 3-ാം തീയതി നമുക്ക് സംഭവിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി 2 ട്രേഡ് എടുത്തു. 2 ട്രേഡ് എടുത്തിട്ടാണ് നമ്മൾ തിരികെ വന്നത് 1 രൂപ ലാഭത്തിലാക്കിയത്. സോ ദാറ്റ് അന്നത്തെ ദിവസം നമ്മളവിടെ ഈ ഒരു എൻട്രി എടുത്തിരുന്നുവെങ്കിൽ ഇത് കൃത്യം 2 തവണ അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 2 തവണയും നമ്മൾ നോക്കിയിരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഓർഡർ ഫ്ലോ ചാർട്ട് നോക്കിയപ്പോൾ കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലെങ്കിൽ വലിയൊരു ഹ്യൂജ് വോളിയം അവിടെ വരുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. സോ ദാറ്റ് നമ്മൾ അവിടെ എൻട്രി എടുത്തില്ല. ഇനി അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് താഴത്തേക്ക് 1:3 അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1:3 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഓർഡർ ബ്ലോക്ക് കൃത്യമായി, അതായത് ഇവിടുന്ന് നല്ലൊരു മൂവ് നടത്തി ഇവിടെ റീടെസ്റ്റും തന്നിട്ടുണ്ട്. നല്ലൊരു ഓർഡർ ബ്ലോക്കാണ് ഇവിടെ. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്ക് 1:3 എക്സിറ്റ് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഓർഡറും അല്ലെങ്കിൽ ആ കിട്ടാമായിരുന്ന പ്രോഫിറ്റ് 3 പോർഷൻ പ്രോഫിറ്റാണ് നമുക്കവിടെ കിട്ടേണ്ടത്. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നത് ഈ അനാലിസിസ് ഓഫ് പാരാലിസിസ് കയറി വന്നത് കൊണ്ടിട്ടാണ്. ഇനി ഇന്നത്തെ ദിവസത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എന്തായാലും ലോസ് അടിക്കുന്ന ട്രേഡാണ്, കാരണം നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ട്രേഡ് 1-ൽ നിർത്തി, ഓവർ ട്രേഡ് ചെയ്തില്ല. അപ്പോൾ അതൊരു ഗുണകരമായി ഇന്ന് ഭവിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ള സ്റ്റോക്കുകൾ ഇന്നത്തേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. BPCയിലും ഈ പറയുന്ന പോലെ തന്നെ ഓർഡർ ബ്ലോക്കിനെ കവർ ചെയ്തു മുകളിലേക്ക് പോയി റീടെസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും മുന്നിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ഇവിടെയാണ്. അപ്പോൾ ഈ റീടെസ്റ്റ് വന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നില്ല. ഇനി ഇവിടെ രണ്ടാമത് റീടെസ്റ്റ് വീണ്ടും പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടുന്ന് എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുന്നില്ല. ഇപ്പോൾ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1:1 കവർ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്താൽ തന്നെ 1:2 സിംപിളി എത്തുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് അടുത്ത ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇതിൻ്റെ മധ്യഭാഗം കവർ ചെയ്യും എന്നാണ് നമ്മൾ പറയാറുള്ളത്. മധ്യഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് കാണാൻ 2% എന്ന് പറയുമ്പോൾ അതിൻ്റെ 1% എന്ന് പറയുമ്പോൾ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ടാകും മിനിമം. ഓക്കെ, ഇനി ONGCയിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ONGC ഇപ്പോഴും നമ്മുടെ ഓർഡർ ബ്ലോക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്കാണ് റിവേഴ്സൽ ഓർഡറാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തിട്ടുള്ള ഏതൊരാൾക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. താഴത്ത് വരെ നോക്കിക്കഴിഞ്ഞാൽ 1:2 അത് കവർ ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റിൽ നമ്മുടെ പ്രോഫിറ്റിലാണ് നമ്മളുടെ എൻട്രി ഉണ്ടാകുക. ഓക്കെ, ഇനി NTPCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഓർഡർ ബ്ലോക്കിനെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് പോയതിന് ശേഷം ഒരു പുൾ ബാക്ക് തന്നു, ദെൻ അത് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ ഇത് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ക്ലോസിങ് തരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തുള്ളൂ എങ്കിൽ പോലും
സപ്പോസ് ഈ ഒരു ക്ലോസിങ്ങിന് ശേഷമാണ് നമ്മുടെ എൻട്രി വരുന്നതെങ്കിൽ പോലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1:3 അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. സോ ദാറ്റ് നമ്മുടെ ഓർഡർ ബ്ലോക്കുകൾ ഇവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ലോസ് എടുക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച. ഇനി ഈ ഒരു പോയിന്റിലേക്ക് വരുവാണെങ്കിൽ വിപ്രോ ഫസ്റ്റ് ക്യാൻഡിൽ ഏകദേശം ഒരു ഇൻഡിസിഷൻ എന്ന് പറയുന്ന ലെവലിലായിരുന്നു. നമുക്കറിയാം ഇൻഡിസിഷൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്താൽ അങ്ങോട്ട് വലിയൊരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മളുടെ അതേ എൻട്രി സ്ട്രാറ്റജി പ്രകാരം ക്ലോസ് ചെയ്യുന്നു ഓർഡർ ബ്ലോക്കിന് മുകളിൽ. ദെൻ ഇതിങ്ങോട്ടേക്ക് വന്ന് വീണ്ടും ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും അവിടെ സ്റ്റോപ്പ് ലോസിലേക്ക് പിന്നീട് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നിലവിൽ അയാൾ പ്രോഫിറ്റിൽ തന്നെയാണുള്ളത്. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പോലും 1:1 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ കൃത്യമായി, കാരണം ഇതിവിടെ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഓർഡർ ബ്ലോക്കുകൾ വളരെ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ, NTPC, അപ്പോൾ രണ്ടാമത്തത് ONGC 3, ONGCയിലും ഓർഡർ ബ്ലോക്ക് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3, BPCL 4. അപ്പോൾ ഈ 4 സ്റ്റോക്കുകൾ നമ്മൾ ഈ എടുത്ത 5-ൽ 4 സ്റ്റിൽ നമ്മളെ പ്രോഫിറ്റ് തരികയാണ്. നമ്മളെടുത്തത് മാത്രമാണ് ഇന്ന് ലോസിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ 5 നമ്മൾ വരച്ച ഓർഡർ ബ്ലോക്കുകളിൽ 4 അത് കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണ്, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അക്കോർഡിംഗ് ടു ദി സ്ട്രാറ്റജി നമ്മൾ ചെയ്യേണ്ട ക്ലിക്ക് ചെയ്യേണ്ട കറക്റ്റ് പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനോ എൻട്രി എടുക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം 5 പൈസയുടെ വ്യത്യാസത്തിലാണ് നമ്മൾ ഇട്ടച്ച ലിമിറ്റ് ഓർഡർ ട്രിഗർ ആകാതെ പോയത്. അതൊരു മാർക്കറ്റ് ഓർഡറാക്കി നമ്മൾ അവിടെ വെച്ച് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ 3 പോർഷൻ പ്രോഫിറ്റ് കിട്ടിയേനെ. അങ്ങനെ 3 പോർഷൻ പ്രോഫിറ്റ് ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ കാണാം, ഈ മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ലോസ് ആയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇനി ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 559 ലോസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ 2 ദിവസമാണ് ലോസ് ഉണ്ടായിട്ടുള്ളതെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ട്രേഡ് ഈ ദിവസം എടുത്തത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ 3 പോർഷൻ ലോസാണ് നമുക്കവിടെ കിട്ടിയത്. മറിച്ച് ഇന്നലെ ഇതൊരു കറക്റ്റായിട്ട് എൻട്രി എടുത്തിരുന്നെങ്കിൽ 390 ലോസ് അല്ല ഇവിടെ കാണിക്കേണ്ടത്, മറിച്ച് ഇവിടെ 3 പോർഷൻ പ്രോഫിറ്റ് കാണിക്കും. 3 പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ 456 രൂപ നമുക്കിവിടെ 3 പോർഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ കളഞ്ഞത് കൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും ലോസ് ഇപ്പോൾ കാണിക്കുന്നത്. 456 പ്രോഫിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ലോസും കഴിച്ചിട്ട് നമ്മൾ നെറ്റ് അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റിലുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഉള്ളത് നമ്മൾ 9% ലോസിലാണ്. എന്നിരുന്നാൽ പോലും ഇന്നിതിപ്പോൾ 5-ാം തീയതിയേ ആയിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ, അതെ 5-ാം തീയതി ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഇനി ധാരാളം ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് ഈ മാസത്തിൽ വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോസ് കവർ ചെയ്യാനുള്ള സമയം ഈ മാസം ഉണ്ട്. സോ ദാറ്റ് ഈ മാസം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം, ആ 3 ദിവസവും കണ്ടിന്യൂസ് ലോസ് എന്ന് പറയാവുന്ന അവസ്ഥയിൽ ഈ ദിവസം ഓവർ ട്രേഡ് ചെയ്തുകൊണ്ട് അത് ഈ ദിവസത്തെ ലോസായിട്ട് കണക്കൂട്ടാം. അപ്പം 3 ദിവസം കണ്ടിന്യൂസ് ലോസോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. ഇനി കഴിഞ്ഞ മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി 3-ാം തീയതി കഴിഞ്ഞ മാസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് 2 ലോസോട് കൂടിയാണ് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെയാണെങ്കിലും കണ്ടിന്യൂസ് 4 ലോസ് വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ലോസിൽ ആണ് എങ്കിലും നമുക്കിവിടെ തിരിച്ചു വരാൻ സമയം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും കണ്ടിന്യൂസ് ലോസ്, അതായത് ഏകദേശം 4-2 6 ലോസ്, അതായത് ഇത്രമാത്രം 900-ഓളം രൂപ തുടക്കത്തിൽ തന്നെ ലോസിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ആ മാസം തിരിച്ച് പിടിച്ച് 7% പ്രോഫിറ്റിലേക്ക് വന്നത്. സോ ദാറ്റ് ഇവിടെ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ മാസം നമ്മൾ ലോസ് കണ്ടിന്യൂസ്ലി വരുത്തിയിരുന്നെങ്കിലും ഈ ഒരു ദിവസം മാത്രമേ ഓവർ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൃത്യമായ ഡിസിപ്ലിൻ പാലിച്ചു എന്നുള്ളത് കൊണ്ടിട്ടാണ് ആ മാസം അത്രയും കൂടുതൽ ലോസുകൾ ഉണ്ടായിരുന്നിട്ടും, കാരണം 11 ലോസും 8 പ്രോഫിറ്റും ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് ഓവർ ട്രേഡ് ചെയ്തില്ല എന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ലാസ്റ്റ് ദിവസം വന്നിട്ട് നമ്മൾ അവിടെ ഓവർ ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ 2 ദിവസം മാത്രം ആണ് അവിടെ ഓവർ ട്രേഡ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഈ മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ
ഇവിടെയും നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു, ഇവിടെയും നമ്മൾ ഓവർ ട്രേഡ് ചെയ്തു. അപ്പോൾ 2 ദിവസം ഓൾറെഡി ഓവർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിനി അത് ചെയ്തിട്ടില്ല, ഈ മാസം ഇനി അത് ചെയ്യരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇത് എത്ര ട്രേഡ്, നമ്പർ ഓഫ് ട്രേഡ് നമ്മൾ എടുക്കുന്നു എന്നതിലല്ല കാര്യം. നമ്മളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരൊറ്റ ട്രേഡ് മതി നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ എന്നുള്ളതിലും, ഒപ്പം ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലോസ് നമ്മൾ കൂട്ടുന്നത് എന്നുള്ളതും നമ്മൾ ലൈവായിട്ട് തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സോ ദാറ്റ് നമ്മുടെ കണക്കുകൾ വെച്ച് നമ്മളത് കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനെ വയലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. സോ ദാറ്റ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.